4 മണിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിയായിട്ടും ഇന്ന് ഇറങ്ങിയിട്ടില്ല. 4 മണിക്ക് ഇറങ്ങുന്നത്. അപ്പം 4 to 4 എങ്ങനെയാണ് ഓട്ടം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനെ കൊണ്ടാണ്. അപ്പോൾ 4 മണിയായപ്പോൾ കൃത്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സമയം നിങ്ങൾക്ക് കാണാമല്ലോ, കറക്റ്റ് 4 മണിയായി. 4 മണിയായിട്ടുണ്ട്. അപ്പോൾ 4 മണിയാകുമ്പോൾ കറക്റ്റ് ഓൺലൈനിലേക്ക് ഇടുകയാണ്. ഇന്ന് ഒരു പോലും ഓടിയിട്ടില്ല. അപ്പോൾ ഇന്നിനി ഇറങ്ങാൻ പോവാണ്. ഗൈസ്, അപ്പം കറങ്ങി തിരിഞ്ഞ് നമ്മൾ കരിമുകൾ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ശരിക്കും ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഏരിയ. അതായത് ഇത്ര അവിടെ നമ്മൾ നിൽക്കുന്ന ഏരിയ ആണെങ്കിലും സാധാരണ ഓട്ടം കിട്ടുന്ന ഏരിയകളാണെങ്കിലും അത്യാവശ്യം ഈ തിരക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തു പറയുന്നത് ട്രാഫിക്കും ജാമും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ ഇച്ചിരി പീസ്ഫുൾ ഏരിയ. നമ്മൾ ബ്രഹ്മപുരം ആ ഒരു ഏരിയ. ഇപ്പോൾ ശരി പറഞ്ഞാൽ പാറ്റുമാനൂരും അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലം. ശരിക്കും നമ്മുടെ അവിടുത്തെയൊക്കെ നാട്ടിലെ റോഡുകളിൽ പോകുന്നതിൻ്റെ കൂട്ടത്തെ ഒരു വഴി. ഞാൻ ആളുണ്ടായിരുന്നു മുമ്പേ, കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാനത് വീഡിയോ എടുത്തേനായിരുന്നു. പാടവും റൈറ്റ് സൈഡിൽ നല്ല പാടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നേരം കസ്റ്റമർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ആ വന്ന വഴിയൊക്കെ കിണ്ണസ് വഴി അടിപൊളിയായിരുന്നു. ഇപ്പം ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യണം. കസ്റ്റമർ ഇറങ്ങി ഡ്രോപ്പിങ് കഴിഞ്ഞ് ഇവിടുന്ന് എങ്ങോട്ടാണ് വെളിയിലിറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാനാണ് ഞാൻ ലൊക്കേഷൻ കിട്ടി. ചാലിക്കര മുത്തൂറ്റ് കോളേജ് NH അങ്ങോട്ട്, കരിമുകൾ ഇൻഫോ പാർക്ക് ആലുവ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇൻഫോ പാർക്ക് ഏരിയ പിടിക്കാം, ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. നല്ല നല്ല കാറ്റും അടിക്കുന്നുണ്ട് വെളിയിൽ. AC ഒന്നും വേണമെന്നില്ല. അയ്യോ, ഇവിടെങ്ങാനും വെയിറ്റ് ചെയ്യണം. ഓടും താണിക്കര ശിവക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ അവിടത്തേക്ക് നാട്ടിലേക്ക് റോഡിൻ്റെ വഴി പോകുന്ന പോലത്തെ ഒരു വഴിയും കാര്യങ്ങളൊക്കെ. ഫുൾ 2 സൈഡും മരവും കാര്യങ്ങളും. മറ്റേ ആ തിരക്കിനകത്ത് നിന്ന് മാറി ഇങ്ങോട്ട് വന്ന് ഓടിക്കുമ്പോഴല്ലോ എന്താ ഒരു സുഖമെന്നറിയാമോ, അടിപൊളിയാ. ഓരോ റോഡ് എത്ര ക്ലിയർ അല്ലെങ്കിൽ കൂടി ആ തിരക്കില്ലല്ലോ. വേണ്ടോ, വല്ലപ്പോഴും ഒരു വണ്ടി വന്നാലായി. വരുമ്പോ ഇങ്ങനെ കേറിയൊക്കെ വരും. അയ്യോ, ഒരു കയറ്റമായിരുന്നു. അപ്പൊ ഇന്നത്തെ പറഞ്ഞാൽ 4 to 4 വൈകിട്ട് 4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അടുത്ത ദിവസത്തെ 4 മണിയാവുമ്പം എത്ര രൂപയ്ക്ക് ഓടി എങ്ങനെ ഓട്ടം ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാൻ പോന്നെ. അപ്പോൾ നോക്കാം. ഓട്ടം വരണം. ഇനി 2 എടുത്തു, 2 ട്രിപ്പ് എടുത്തു. ഒന്ന് മാച്ചും ഒന്ന് അക്സെപ്റ്റും ആയിരുന്നു. അത് രണ്ടും എടുത്ത് ഓടി. നമ്മൾ അവിടുന്ന് ആദ്യം എനിക്ക് പോയത് ചോറ്റാനിക്കരയിൽ നിന്നാണ് ഞാൻ പിന്നീട് ഈ കരിമുകൾ ഏരിയയിലോട്ട് വന്നത്. കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല, നമ്മൾ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയും ഒന്ന് മെയിൻ റോഡ് ഇറങ്ങണം എന്നുള്ള വഴി നോക്കണം. ഇതിനകത്ത് കൂടെ തന്നെ കിടന്ന് ഓടിയാലേ ചിലപ്പോൾ പറ്റില്ല. അങ്ങ് ലോങ് നീണ്ടു പോകും. വെറുതെ നമ്മുടെ CNG കത്തി പോകും. ഒരു ട്രിപ്പ് അടിച്ചായിരുന്നെങ്കിൽ അതോടെ പോകാമായിരുന്നു. പഠിക്കുന്നില്ല ഞാൻ, അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ചെറിയ വഴിയാണ്, ആ വഴിയുടെ സുഖം അങ്ങ് മാറി കിട്ടി. വഴിയുടെ സുഖം. പുള്ളി എന്തായാലും ഒതുക്കി തന്നു. 05 ആയിരുന്നു. പുള്ളി എന്തായാലും ഒതുക്കി തന്നു, അതുകൊണ്ട് കയറി വരാം. പഴയ മതിൽക്കെട്ട് ഇതൊക്കെ എനിക്ക് സൈഡ് അരിഞ്ഞിട്ടാന്ന് തോന്നുന്നു റോഡ് പണിഞ്ഞേക്കും. ദൈവമേ, ഇത് എവിടെ ചെന്ന് കയറും, ഒരു പിടുത്തവും കിട്ടും. ഏതോ ഒരു റോഡിൽ വന്നു. ഇത് ഇവിടെ അടിച്ചു, മോനെ അടിച്ചു. എങ്ങോട്ടാന്നും നോക്കിയില്ല, ഒരു ട്രിപ്പ് കണ്ടു എടുത്തു. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. കർത്താവ്, ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട്. എടുക്കുകയും ചെയ്ത് ഡാർക്ക് സീനായല്ലോ.
അമ്പലമേടാണ് ഇത്. ശരി, അമ്പലമേട്. കർത്താവേ, ലൊക്കേഷൻ എടുക്കുകയും ചെയ്തു. ഇപ്പൊ ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. വണ്ടിക്കകത്തൊരു ഈച്ച കയറി കിടന്ന് കളിച്ച് കുറച്ച് നേരമായി. ഇതല്ല വഴി, ഈ വഴിയല്ല, ഇത് തിരിക്കണം. വഴി ഇതല്ല, വഴി ബാക്കിലോട്ട്. ഇവിടെ തിരിക്കും. വണ്ടി ചറ പറയാ. ആരെങ്കിലും ഒരു സൈഡ് കാണേ. എന്തുവാണ് ഇത്? രണ്ടും കൽപ്പിച്ചെടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. കൃത്യം 11 മിനിറ്റ് ഉണ്ട് കസ്റ്റമറിനെ എടുക്കാൻ. സത്യം പറഞ്ഞ ഈ മാച്ച് വരുമ്പോഴേ നമുക്കിത് നോക്കാനുള്ള ടൈമില്ല. കാരണം 2-3 ഡ്രൈവർമാർക്ക് ഒരുമിച്ചായിരിക്കും മാച്ച് ചെല്ലുന്നത്. അതിൽ ആരാദ്യം എടുക്കുന്നോ അവർക്ക് അങ്ങനെ കിട്ടുന്ന ഒരു സ്കീമാണ് ഇത്. ശരിക്കും ഈ അക്സെപ്റ്റ് അല്ല മാച്ച് എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള ആവേശത്തിലും ആ ക്യൂരിയോസിറ്റിയിലും നമ്മൾ ചാടിപ്പറക്കി സാധനം എടുക്കും. ഇതങ്ങ് എടുക്കും. എടുത്തു കഴിയുമ്പോൾ അവസാനം 5 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും. അതിനുള്ള ഫെയർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ അതിനുള്ള ഫെയർ കിട്ടുന്നില്ല. ഫെയർ കിട്ടാനുള്ള പരിപാടിയായത്. ഒരു ഈച്ച കയറിയിട്ടുണ്ട്. അത് കുറച്ച് നേരമായി കത്തി കിടന്ന് കളിക്കുന്നു. അത് ഇറക്കി വിടാനും പറ്റുന്നില്ല. ഇത്രയ്ക്ക് ഇറങ്ങി പോകുന്നില്ല. ഈച്ചയ്ക്ക് വരെ ട്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയാണ് യൂബർ ഓടിക്കും. ഈച്ചയ്ക്ക് ഫ്രീ ട്രാവലാ. വണ്ടിക്കകത്ത് അടങ്ങി ഒരുങ്ങി അങ്ങ് ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് വല്ല കുലുക്കം തട്ടുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കും. സിനിമയ്ക്കകത്ത് കാണുന്നില്ല. ഈച്ച ഒരു പെറ്റൊന്നുമല്ല. എന്നെ ഇട്ട് പെടാപ്പെടുത്ത് പടുത്താൻ കണ്ട് കയറുക. ഫുൾ ജംഗ്ഷൻ. ഇവിടുന്ന് ഇനി ഇൻഫോ പാർക്ക് ഏരിയ പോകണം. 6:28 കുറച്ച് കഴിയുമ്പോൾ ഇരുട്ടുമല്ലോ. തിരക്കിനകത്ത് നിന്ന് മാറി വന്ന് വീണ്ടും തിരക്കിനകത്തോട്ടാണല്ലോ പോകുന്നത്. വൈകിട്ടായപ്പോഴത്തേക്ക് ഇനിയുണ്ട് 10 മിനിറ്റ് പയ്യനെ എടുക്കാൻ. ആരാന്നോ കസ്റ്റമർ പേര് മാത്രം നമുക്ക് കാണും. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ ആരെയാന്നോ റൈഡർ കസ്റ്റമറിനെ കിട്ടുന്നത് അവരെ കൊണ്ട് പോകാന്നല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. പറന്നൊക്കെയാ വരുന്നത് വണ്ടി. എപ്പോഴോ വണ്ടി മാറ്റുവാ. ഇനിയുണ്ട് 3.5 കിലോമീറ്റർ. നല്ല കിണ്ണം വീടായി ചടി കേട്ടോ. സൂപ്പർ 4 വീടുകൾ. എല്ലാം നല്ല വീടുകളാണ്. പക്ഷെ നല്ല ആംബിയൻസും അടിപൊളി. ബാക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇത്തിരി ഹൈറ്റിലായിരിക്കും. ബാക്കിലോട്ട് ഇങ്ങനെ, അതായത് നല്ല കാറ്റ് ഒന്നെങ്കിൽ കണ്ടമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല മലകളൊക്കെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതുപോലെ നല്ല കിണ്ണം വീടുകളുണ്ട് ഇവിടെ. നല്ല സൈഡിന് പണിയേക്കുന്നത് അടിപൊളിയായിട്ട്. ലൊക്കേഷൻ അങ്ങോട്ട് എപ്പോഴാവുന്നൊരു പിടുത്തം കിട്ടും. എന്നാലും യൂബർകാരന്മാരൊക്കെ വരുന്നുണ്ട്. അതൊരു സമാധാനം. ഇപ്പോൾ ഒരു വണ്ടി പോയതൊരു യൂബർ വണ്ടിയാണ് പോയത്. ഇവിടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. ഇതൊരു സ്കൂളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ഇടയ്ക്ക് ഷൂട്ടിങ് നടക്കാറുണ്ട്. അതന്നെ സ്കൂള് തന്നെ ഇവിടെ. ഇവിടെ ഇടുക്കി പൊളിഞ്ഞ് കിടക്കുന്നത്. അതൊക്കെ ഇടുക്കി പൊളിഞ്ഞ പഴയ സ്കൂളാണ്. ഷൂട്ടിങ് നടക്കാറുണ്ട് ഇവിടെ. ഗവൺമെന്റ് 2-3 മിനിറ്റേ ഉള്ളൂ അവനെ പിടിക്കാൻ. കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ, പിടിക്കാനല്ല, കസ്റ്റമറെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3-4 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇനി അത് പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി പോസ്റ്റ് അടിച്ച് കിടക്കുന്ന സമയത്ത് ആ കോളിന് തിരിച്ചു വിളിക്കും. അതാണ് ശരിക്കും ഞാൻ കോൾ. ഒരു കുഴിയിൽ വീണോ. ആ കുഴിയിട്ട് കാണത്തുമില്ല. അടുത്ത് വന്നപ്പോൾ ഒരു ചെറിയൊരു കുഴി.
ഇവിടെ എന്തിനോ വേണ്ടി കുഴിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ലൈൻ മറ്റേ ഈ ലൈനിന് വേണ്ടി വല്ലതായിരിക്കും. നമുക്ക് നേരെയാണ് കാണിച്ചേക്കുന്നത്. ബ്രഹ്മപുരം BDVP അങ്ങോട്ട് പോയാൽ കാക്കനാട്. ഈ റോഡിലൂടെ ഫസ്റ്റ് ടൈം എൻട്രി ചെയ്യുന്നത്. വഴി ഇച്ചിരി വിഷയമാണ് മോനെ. ഇത്രയും നേരം വന്ന വഴിയല്ല. എവിടെയാണോ നിൽക്കുന്നത് പൊന്നെ. വണ്ടി കണ്ട് ചരിഞ്ഞൊക്കെ പോകുന്നത്. ക്യാമറ ചരിയുന്നതല്ല കേട്ടോ. ക്യാമറ എടുക്കുന്ന വീഡിയോ ചരിയുന്നതല്ല, വണ്ടി ചരിയുന്നതാണ് പൊന്നെ. ഏത് വഴി? ഇത്ര നേരം വഴിയെ സ്വിച്ച് പറഞ്ഞോണ്ടിരുന്ന ഞാനാ പൊന്നെണ്ണാ. KCB സ്റ്റേഷനാണ് ഇതിനകത്ത്. BSF ഫാമിംഗ് ബ്രഹ്മപുരം ഫാമിംഗ് ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഏരിയ പറ്റാത്ത ഏരിയ എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നോ എൻട്രി വിത്തൗട്ട് വീണു ഒരു സൈഡിലോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ദൈവമേ, ബ്രഹ്മപുരം മറ്റില്ല പൊതു ശ്മശാനോ? ദൈവമേ, ഞാനിത് എവിടാ? ആ ഫ്രണ്ടിൽ കാണുന്ന മൊത്തം ചപ്പച്ചോറാം. താഴെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇത് ഏത് വഴിയാണ് ഞാൻ പോണ്ടേ? താഴെ ഒരു കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. കർത്താവേ, ഇത് ഏത് വഴി? ഈ വഴി തന്നെ മാപ്പിൽ കാണിച്ചേക്കുന്നത്. അല്ല, ഈ വഴിയല്ല. താഴെ എന്തൊക്കെയോ പണിയുന്നുണ്ട്. ഇത് എറണാകുളത്തിന്റെ വേറൊരു സൈഡാട്ടോ. ഇതുവഴി വരുന്നില്ലേ? കേറ് റിവേഴ്സ് വണ്ടി. കേറ് വണ്ടി റിവേഴ്സ്. ഈ വഴിയല്ല. എന്നെ എടുത്തു. ഏതോ കുഴിയിലോട്ടൊക്കെ ഇറങ്ങി ചെല്ലുന്നു. ഒരു മിനിറ്റ്, ഞാൻ ആളിനെ മച്ചാനെ ഒന്ന് പിക്കപ്പ് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് വരുന്നുണ്ട്. എന്താണെന്ന് പിടി കിട്ടുന്നില്ല. എന്തുവായാലും ഇത് വേറൊരു ഏരിയ. സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല. ബ്രഹ്മപുരം ഏരിയ എന്ന് മാത്രം അറിയാം. എന്തായാലും മച്ചാനെ ഒന്ന് പിക്കപ്പ് ചെയ്യട്ടെ. MG റോഡിൽ വന്നിട്ട് പോസ്റ്റാണ്. കുറച്ച് നേരമായി MG റോഡിൽ വന്നിട്ട്. ഓട്ടം കുറവായിരുന്നു കണ്ടോ. 4 മണിയായി. രാവിലെ വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയതാണ്. എനിക്കൊന്നൊരു 1500+ എങ്ങാണ്ട് ഞാൻ ഓടിയിട്ടുള്ളൂ. ഇതിപ്പോൾ വീണ്ടും 4 മണിയാകുമ്പോഴത്തന്നെ റീസ്റ്റാർട്ടായി. 7 ട്രിപ്പാണ്ടാണ് ഞാൻ മൊത്തം. ഇന്ന് 4 മണിക്ക് ഇറങ്ങിയിട്ട് 7 ട്രിപ്പാണ് മൊത്തത്തിലെടുത്തത്. അതിനകത്ത് ഈ വൈകിട്ട് 4 മുതൽ ഈ പുതിയ സ്റ്റാർട്ട് ചെയ്ത 4 വരെ ഏതാണ്ട് 1500+ എമൗണ്ട് ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. വീണ്ടും 4 മണിയായപ്പോഴത്തേനും 1 വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. MG റോഡിൽ പോസ്റ്റാണ്. ഓക്കെ.